ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ മരുന്നിൻ്റെ അളവും അതനുസരിച്ചാണ് വരുന്നത്. നോർമലി നമ്മൾ അഡൽട്സിന് നമ്മൾ കഷായമൊക്കെ 15 മുതൽ 20 ml വരെയാണ് നൽകുന്നത്. അതുപോലെ അരിഷ്ടവും ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ 20 ml തൊട്ട് 30 ml വരെയൊക്കെ നൽകുന്നത്. ഈ 18 വയസ്സുള്ള കുട്ടികൾക്ക് അത് നമ്മൾ 18 വയസ്സുള്ളവർക്ക് നമ്മൾ മാക്സിമം കഷായം വെക്കുകയാണെങ്കിൽ 10 ml അല്ലെങ്കിൽ 15 ml. കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ കഷായം നിർദ്ദേശിക്കാറില്ല. നമ്മൾ അതായത് ഒരു 16 വയസ്സിന് മുകളിലേക്കുള്ളവർക്കൊക്കെയാണ് നമ്മൾ കഷായം പ്രിസ്ക്രൈബ് ചെയ്യാറ്. തീരെ കുഞ്ഞുങ്ങൾ 2 വയസ്സ് വരെ 3 വയസ്സ് വരെ നമുക്ക് ഡ്രോപ്സ് രീതിയിൽ മരുന്ന് വരുന്നുണ്ട്, തുള്ളി മരുന്ന് വരുന്നുണ്ട്. അതൊക്കെയാണ്. ഗ്യാസിന് നമ്മൾ അവരുടെ എങ്ങനെയാണ് അതായത് ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കും. അതനുസരിച്ചാണ് നമ്മൾ ഗ്യാസിൻ്റെ ആണെങ്കിലും മരുന്ന് വരുന്നത്. ഈ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ കഷായമുണ്ട്, നമുക്ക് സിറപ്പ് വരുന്നുണ്ട്. ഒരു മരുന്ന് കൊണ്ട് ഒരിക്കലും നമുക്കൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. നമ്മളത് കണ്ടുപിടിക്കേണ്ടത് അൾസർ മൂലം ഉണ്ടായ ഗ്യാസാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിലക്കം മൂലം ഉണ്ടായ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണോ, അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മരുന്ന് നിർദ്ദേശിക്കുന്നത്. അത് പല ഫോമിൽ വരുന്നുണ്ട്. നമുക്ക് ടാബ്ലറ്റ് ഫോമിൽ വരുന്നുണ്ട്, കഷായം ഫോമിൽ വരുന്നുണ്ട്, അരിഷ്ട സിറപ്പ്, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. നമ്മളത് കോമ്പിനേഷൻ 1-2 കോമ്പിനേഷൻ അവരുടെ പ്രകൃതി അനുസരിച്ച് നമ്മൾ ഗ്യാസ് വരുന്നത് അങ്ങനെ ഒരു വിഷയം എനിക്കുണ്ട്. നെഞ്ചരിച്ചിൽ പോലെ വന്നിട്ട് ചില സമയത്ത് വയറുള്ളതും ചില സമയത്ത് കൂടുതലും വയറ് ഭയങ്കരമായിട്ട് എരിച്ചിലായിരിക്കും. ഫുഡ് കഴിക്കുമ്പോൾ വേറെ ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. കഴിച്ച് കഴിയുമ്പോൾ ഈ സമയം വയറിച്ചില്ല. നോർമലി ചിലവർക്ക് ഈ റവ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പം ചെസ്റ്റ് ബേണിങ്ങും നെഞ്ചരിച്ചിലും വയറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ അസിഡിറ്റിയുടെ സ്റ്റാർട്ടിങ് ആകാം, ചിലപ്പം അവരുടെ ശരീരത്തിനോട് ആ ഭക്ഷണം പിടിക്കാത്തതിൻ്റെ ആകാം. നമ്മൾ നേരത്തെ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. നമ്മൾ ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ